നീതിയുടെ നെഞ്ചിലാഴത്തിലേറ്റയാ മുറിവിലൂടൊഴുകിയ ചോരനാമാകും. ഒരു രാത്രി കൊണ്ട് സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ മനുഷ്യർക്ക് നീതിയുടെ വഴിയൊരുക്കേണ്ട സർക്കാർ മൗനം നടിക്കുന്ന സാഹചര്യത്തിൽ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കലക്ട്രേറ്റ് മാർച്ച് നാളെ രാവിലെ 9:30 കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുറപ്പെട്ട് കലക്ട്രേറ്റ് പടിക്കൽ വരെ നീതിയുടെ ശബ്ദവുമായി ഒരു ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. വാക്കുകൾക്കു നാം മഷിപുരട്ടി പുതുജീവൻ നൽകും. പിന്നെ വാക്കുകൾ മൂർച്ചയിൽ ഒച്ചവയ്ക്കും. പ്രിയമുള്ളവരെ, നിമിഷനേരങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് അഭയമായി മാറേണ്ട അധികാരികൾ മൗനം നടിച്ച് മനുഷ്യത്വത്തിന് വില കൽപ്പിക്കാത്ത സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ ദുരിതബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ഒരുമിച്ച് നിന്ന് കലക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. വീടും കുടുംബവും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പുനരധിവാസം വേഗത്തിലാക്കുക, ബാധ്യതകളായി നിലനിൽക്കുന്ന ലോണുകൾ എഴുതിത്തള്ളുക, കൂടപ്പിറപ്പുകളെ കാണാതായവരുടെ ബന്ധുക്കൾക്ക് മരണ സർട്ടിഫിക്കറ്റും ദുരിതബാധിതർക്ക് 75 ലക്ഷം രൂപ വീതവും നൽകി പുനരധിവാസം ഉറപ്പുവരുത്തുക, ദുരിതകാലത്ത് നൽകിയ വാഗ്ദാനങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരിക, ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ യുവതി യുവാക്കൾക്ക് സർക്കാർ ജോലിയും ബിൽഡിംഗ് ഓണേഴ്സിന് നഷ്ടപരിഹാരവും നൽകി മനുഷ്യത്വത്തിന്റെ തണലൊരുക്കുക, നീറുന്ന വേദനയിലും ചികിത്സയിൽ കഴിയുന്ന പാവപ്പെട്ട ദുരിതബാധിതർക്ക് ചികിത്സാ സഹായവും ജീവിത വരുമാനമെന്നോണം ഉണ്ടായിരുന്ന ഭൂമിയും കൃഷിഭൂമിയും നഷ്ടപ്പെട്ടവർക്ക് അർഹതപ്പെട്ട ഭൂമി നൽകി സഹകരിക്കുക. ഇങ്ങനെ തുടങ്ങി പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾ പാലിക്കാതെ പോകുമ്പോൾ നീതിക്ക് വേണ്ടി നമുക്കൊരുമിച്ച് നിൽക്കാം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ച് നാളെ രാവിലെ 9:30 മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച് കലക്ട്രേറ്റ് പടിക്കൽ വരെ നീതിയുടെ ശബ്ദവുമായി നമുക്കൊരുമിച്ച് നിൽക്കാം. പ്രിയമുള്ളവരെ, ഒരു ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളും പങ്കുചേരുക. ഒരേയൊരു തുള്ളിയായി പെയ്തിവിടമാകെ പ്രതീക്ഷയുടെ പുതുനാമ്പുവേരിറക്കും. അന്നേ മരിച്ച വാക്കുകളെ അടിവേരുകൾ പുതുപ്രഭാതങ്ങളെ പുണരും. പിന്നെ അത് മേലെ ആകാശമേ പടരും.